പ്രിയപ്പെട്ട കൂട്ടുകാരെ, സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ കീഴിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥികളുടെ പാഠപുസ്തകങ്ങൾ അപ്ഡേഷനോടുകൂടി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന്റെ പാഠഭാഗങ്ങളുടെ വർക്ക് ബുക്കാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നമുക്കതിൽ വരുന്ന പാഠത്തിന്റെ തദ്രിപാത്തിൽ വന്ന ചോദ്യങ്ങളാണ് ഞാനിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പൊ എല്ലാവരും ഉപകാരപ്പെടുത്താം. കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തെടുക്കാം. നമ്മുടെ പാഠത്തിന്റെ പേര് വരുന്നത് കിതാബുൽ ഫിഖ് ആണ്. നമ്മൾ ആദ്യമായിട്ട് കിതാബുൽ ഫിഖിന്റെ 1ാമത്തെ പാഠമായ അഹ്കാമുദ്ദീനിയാത്ത് എന്ന പാഠഭാഗമാണ്. മതപരമായ വിധികൾ എന്നതാണ് പാഠത്തിന്റെ അർത്ഥം വരുന്നത്. അതിൽ തദ്രിപാത്തിൽ വന്ന ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 1ാമത്തെ ചോദ്യം, അഹ്കാമുദ്ദീനിയ എത്ര ഏവ? അപ്പൊ നമുക്ക് 1ാമത്തെ ചോദ്യത്തിന്റെ നമ്പർ ഇടാം, ചോദ്യം നോട്ട് ബുക്കിലേക്ക് എഴുതാം, അതിന്റെ ആൻസർ നമുക്ക് എഴുതാം. അഹ്കാമുദ്ദീനിയ എത്ര ഏവ? ആൻസർ അഹ്കാമുദ്ദീനിയ 5 ആകുന്നു. ഏതൊക്കെയാണ്? 1 വാജിബ്, 2 ഹറാമ്, 3 സുന്നത്ത്, 4 കറാഹത്ത്, 5 ഹലാല്. 2ാമത്തെ ചോദ്യം, ഫർള് ഐൻ എന്നാൽ എന്ത്? ഫർള് ഐൻ എന്നാൽ എന്താണ്? ഓരോ വ്യക്തിക്കും നിർബന്ധമായവയാണ്. ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർള് ഐന്. ഓരോ വ്യക്തിക്കും നിർബന്ധമായതാണ് ഫർള് ഐന്. അടുത്ത 3ാമത്തെ ചോദ്യം എന്താണ്? ഫർള് കിഫായ എന്നത് എന്താണ്? ഫർള് കിഫായ എന്നത് എന്താണ്? സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അതാണ് ഫർള് കിഫായ. സമൂഹത്തിൽ ഒരാൾ ചെയ്താൽ മതിയാകും, ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാകും. അടുത്ത 4ാമത്തെ ചോദ്യം, ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നത് എന്താണ്? അത് ഹറാമാണ്. ചെയ്താൽ ശിക്ഷ ലഭിക്കുന്നത് ഹറാം. നമുക്കിവിടെ ആൻസർ ഹറാം എന്ന് എഴുതാം. ചെയ്താൽ ശിക്ഷ ലഭിക്കും, ഒഴിവാക്കിയാൽ കൂലിയും ലഭിക്കുന്ന കാര്യമാണ് ഹറാം. അടുത്തത് 5ാമത്തെ ചോദ്യം, സുന്നത്ത് എന്നാൽ എന്ത്? ചെയ്താൽ കൂലിയുള്ളതാണ് സുന്നത്ത്, എന്നാൽ ഉപേക്ഷിച്ചാൽ ശിക്ഷ ലഭിക്കാത്തതുമാണ്. ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ്. ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷ ഇല്ലാത്തതുമാണ് സുന്നത്ത്. സുന്നത്തിന്റെ മറ്റു പേരുകളൊക്കെ ഉണ്ട്, അതും നമുക്ക് അതിന്റെ കൂടെ എഴുതി വെക്കാം. എന്താണ്? മന്ദൂബ്, മുസ്തഹബ്, നഫ്ല്, തതവ്വു. അടുത്തത് 6ാമത്തത്, ഹലാലിന്റെ മറ്റൊരു പേരെന്ത്? ഹലാലിന്റെ മറ്റൊരു പേരാണ്, ഹലാലിന് മുബാഹ് എന്നും പേരുണ്ട്. അടുത്ത 7ാമത്തെ ചോദ്യം, വാജിബിന്റെ നിർവചനം എന്താണ്? ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത്, ഇതാണ് വാജിബ്. ഇതിന് ഫർള് എന്നും പറയപ്പെടുന്നു. ചെയ്താൽ കൂലിയുള്ളത്, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളത്, ഇതിന് ഫർള് എന്നും പറയപ്പെടുന്നു. അടുത്ത പ്രവർത്തനമായിട്ട് നമുക്ക് വരുന്നത് എന്താണ്? നമ്മുടെ പ്രവൃത്തികൾ വിലയിരുത്തി 5 വിധികളിൽ ഓരോന്നിനോട് യോജിക്കുന്നവയുടെ ഉദാഹരണങ്ങൾ ഉസ്താദിന്റെ സഹായത്തോടെ വേർതിരിച്ചെഴുതാനാണ്. അവിടെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, അതില് ഫർളായ കാര്യങ്ങളും, അതായത് വാജിബായ കാര്യങ്ങളും, സുന്നത്തായ കാര്യങ്ങളും, ഹലാലായ കാര്യങ്ങളും, കറാഹത്തായ കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ വേർതിരിച്ചിട്ട് എഴുതാനാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഓരോന്നിനും ഓരോ ഉദാഹരണങ്ങൾ വീതം നമുക്ക് എടുക്കാം. അതായത് വാജിബിൽ ഫർള് ഐനും ഫർള് കിഫായി ആയ 2 വിധം ഫർളുകൾ ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചില്ല. അപ്പൊ അതിൽ തന്നെ 5 വക്ത് നിസ്കാരം, റമളാനിലെ നോമ്പും, അത് ഫർള് ഐനാണ്. അതുപോലെ ഫർള് ഐനായ മറ്റൊരു ഉദാഹരണമാണ് എന്ത്? നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് സക്കാത്ത് കൊടുക്കൽ. അത് ഫർള് ഐനായ കാര്യമാണ്. അതുപോലെ ഫർള് കിഫായ ആയ കാര്യം, ഇവിടെ
ഉദാഹരണം പറഞ്ഞു എന്ത്? മയ്യിത്ത് നിസ്കാരം, മയ്യിത്ത് നിസ്കാരം, ജമാഅത്ത് നിസ്കാരം, ജമാഅത്തായിട്ട് നിസ്കാരങ്ങൾ നടക്കല് ഫർള് കിഫായയാണ്. ഇനി അടുത്തത് ഹറാമ്. ഹറാമ് നമുക്ക് മദ്യപാനവും കളവ് പറയലും ഉദാഹരണം തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്? കളവ് നടത്തല്. അതും ഹറാമായ കാര്യമാണ്. അപ്പൊ നമുക്ക് പാഠത്തിൽ 2 ഉദാഹരണം പറഞ്ഞു, നമ്മളൊന്ന് കൂടെ പറഞ്ഞു അല്ലെ? കളവ് നടത്തല്, അതുപോലെ വ്യഭിചാരം, അങ്ങനെ ഹറാമായ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വിലയിരുത്താം. പിന്നെ സുന്നത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാല് ചെയ്താല് കൂലിയുള്ളതും ഉപേക്ഷിച്ച ശിക്ഷയില്ലാത്തതുമാണ്. സുന്നത്തിന് മന്ദൂബ്, മുസ്തഹബ് എന്നും നഫ്ലി എന്നും തതവ്വു എന്നും പേരൊക്കെ ഉണ്ട്. അപ്പൊ ഇവിടെ പാഠത്തിൽ നമ്മൾ സലാം പറയല്, മിസ്വാക്ക് ചെയ്യല്, ഇങ്ങനെ ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അദാൻ വിളിക്കല്, അദാൻ ബാങ്ക് വിളിക്കല്, അതുപോലെ തന്നെ വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കല്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അത് സുന്നത്തായ കാര്യത്തിൽ പെട്ടതാണ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്കവിടെ അദാൻ വിളിക്കലോ ഭക്ഷണം കഴിക്കൽ, വലത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ, അത് ഉദാഹരണം എഴുതാം. ഇനി കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്ത ശിക്ഷയില്ലാത്തത് ഉപേക്ഷിച്ചാൽ കൂലി ഉള്ളതുമാണ്. ഉദാഹരണം അവിടെ വലതു ഭാഗത്തേക്ക് തുപ്പല്, അത് ചെയ്യാതിരുന്നാല് കൂലിയുണ്ട്, ചെയ്ത ശിക്ഷയില്ല. അതുപോലെ നിസ്കാരത്തിൽ തല തുറന്നിടല്, തല മറക്കാതെ നിസ്കരിക്കല്, അത് കറാഹത്താണ്. അപ്പൊ നമുക്ക് അതുപോലെ നമ്മൾ ചെയ്യുന്ന ഉദാഹരണം, ഒരു കാര്യം ഉദാഹരണത്തിൽ ഏതാ എന്താണ്? വഴിയിൽ മലമൂത്ര വിസർജനം നടത്തല്, അതായത് വഴിയിൽ മൂത്രിക്കുക, വഴിയിൽ മൂത്രമൊഴിക്കുക, അത് കറാഹത്താണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കറാഹത്തായ എല്ലിന്മേല്, ഭക്ഷണ വസ്തുവിന്റെ മേലിലൊക്കെ എന്താണ് മലമൂത്ര വിസർജനം നടത്തല് കറാഹത്താണ് എന്ന്. അപ്പൊ അത് മനസ്സിലാക്കുക. അടുത്ത ഇനി ഹലാല്. ഹലാലിന് മുബാഹ് എന്നും പേരുണ്ട്. അത് ചെയ്താലും ഉപേക്ഷിച്ചാലും കൂലിയോ ശിക്ഷയോ ഇല്ലാത്തതാണ്. നമുക്ക് ഉദാഹരണം വില കൂടിയ ഭക്ഷണം കഴിക്കല്, വില കൂടിയ ചെരുപ്പ് ധരിക്കല് ഒക്കെ തന്നിട്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് നല്ല വസ്ത്രം ധരിക്കല്, നല്ല വസ്ത്രം ധരിക്കല്, അത് ഹലാലാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ സ്വാദുള്ള ഭക്ഷണം കഴിക്കല്, അത് ഹലാലാണ്, കൂലിയോ ശിക്ഷയോ ഇല്ലാത്തതാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പല കാര്യങ്ങളും അത് നമ്മൾ പറഞ്ഞു നോക്കുക. എന്നിട്ട് അത് വാജിബാണോ, ഹറാമാണോ, മക്രൂഹാണോ, മന്ദൂബാണോ, മുബാഹാണോ എന്നൊക്കെ നമ്മൾ സ്വയം വിലയിരുത്തുക. അത് ചെയ്യുമ്പോൾ കൂലി ഉണ്ടാവുമോ, ശിക്ഷ ഉണ്ടാവുമോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒന്നാമത്തെ പാഠത്തിന്റെ തദ്രിബാത്തിൽ വന്നത്. അപ്പൊ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് അടുത്ത പാഠഭാഗത്തിന്റെ വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് അറിയിക്കാം. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.